ഹലോ. ഹലോ. ആ എന്തായി പേരക്കുട്ടീൻ്റെ അഡ്മിഷൻ്റെ കാര്യമല്ലോ? അതെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. ഡെന്തലിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓ, അത്ര ഇഷ്ടമില്ല. ദന്തലിന് കിട്ടിയിട്ടുണ്ട്. അതിന് കിട്ടിയിട്ടുണ്ട്. ദന്തലിന് കിട്ടിയിട്ടുണ്ട്. ദന്തലിന് പോയി ജോയിൻ ചെയ്താ? വേണ്ട, അവള് MBBS കിട്ടണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. അവൾ ആയുർവേദം എഴുതിയിട്ടുണ്ട്. എന്താണെങ്കിലും BDS കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പോയി പല്ലിൻ്റെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്ക് കിട്ടുമായിരിക്കും. ഓക്ക് അതിനാ ഇഷ്ടം. ഓക്ക് ഇഷ്ടം എന്നെല്ലാം MBBS. പറഞ്ഞ് കാത്തിരുന്നിട്ടുണ്ട്. അവസാനം അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. അവസാനം കുരങ്ങിയത്ത കുറവിനെ പോലെ ഇരിക്കേണ്ടി വരും. അത് ഓളെ MBBS ഇഷ്ടമല്ലേ, നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെല്ലാം ചെയ്യണ്ടോ? ഓളല്ലേ ഇതെല്ലാം എഴുതാൻ പഠിച്ചെല്ലാം ചെയ്തു. നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ പറയണ്ടേ? MBBS എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ഇപ്പോൾ MBBS കിട്ടുമോ? അല്ല, അത്ര കുട്ടി കിട്ടുമായിരിക്കും. ഓക്ക് അത്രയധികം കുട്ടികളിൽ എഴുതുന്ന അങ്ങനെയുള്ള കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ. അതെല്ലാം അവള് പഠിക്കുന്ന കുട്ടിയല്ലോ, കിട്ടുമെന്നാ അവള് പറയുന്നത്. നമുക്ക് നോക്കാം. അതിപ്പോ നോക്കലേ ഉണ്ടാവും ചില സമയം. എന്നാ ശരി. അങ്ങനെയാ. അമ്മമ്മേ, അമൃതേന്റെ ഇല്ലേ, അമൃതേന്റെ ഞാൻ ആയുർവേദത്തിന്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എൻട്രൻസ്. അതിന്റെ അകത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് ആണ്. ശരിയായിട്ടില്ലാന്നുണ്ടെങ്കിൽ നല്ല മോള് നല്ലോണം പഠിച്ചോണ്ടല്ലേ അങ്ങനെയല്ല കിട്ടിയത്. അമ്മമ്മേന്റെ പ്രൈസ് ഉണ്ടേ. ഹലോ. ഹലോ. എന്തായി പേരക്കുട്ടി ദന്തലിന് ജോയിൻ ചെയ്താ? ഇല്ലപ്പ, അതൊക്കെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ. അവൾക്ക് തീരെ അത് ഇഷ്ടമല്ല. എന്നാ ആയുർവേദത്തിൽ എഴുതിയിട്ട് ഒക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആയുർവേദത്തിന് ഫസ്റ്റാ? ഏത് ആയുർവേദത്തിന് എഴുതിയ? അമൃതേന്റെ. അതിന് ജോയിൻ ചെയ്യുന്നുണ്ടാ? അതിന് ചെയ്തിനോളൂ. MBBS എന്നിട്ട് പറയുന്നത് MBBS പോകണമെന്ന് തന്നെയാ പറയുന്നത്. കിട്ടീന് പോവാൻ വേണ്ടി പറയാ. ആയുർവേദാണെങ്കിൽ ആയുർവേദം. അന്നേരം നമുക്കിപ്പോ എന്താ പറയാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ഒരു DR മുമ്പിൽ വെച്ചുകൂടെ? ഏടെ പോയി ജോയിൻ ചെയ്താലും എന്താന്ന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്ക് അവള് MBBS കിട്ടുമെന്ന് തന്നെ പറയും. എന്നിട്ട് കാര്യമില്ല. കുറെ കഴിയുമ്പോ പിന്നെ മറ്റേത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതും ഇല്ല അതും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും. പിന്നെ ഏതെങ്കിലും സാധാരണ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരുവേ. എന്നാ ശരി, ഓക്കെ. എന്നാല് ശരി, വെക്കൊന്നേരം തൊരവില്ലേ. അവളിപ്പം 10-12 പ്രാവശ്യമായി വിളിച്ചോണ്ടിരിക്കുന്നു. നോക്ക് തൊരവൊന്നുമില്ല. ഒളി ഉറക്കൊന്നുമില്ലാന്ന് തോന്നി. പിരിയെന്നെ പണിയും തോന്നി. ഇതറിയാത്ത എന്താ അമ്മമ്മേ. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് MBBS കിട്ടിയിട്ടാ. അത് പിന്നെ കേരളത്തിൽ തന്നെ കിട്ടിയ ഗവൺമെന്റ് സീറ്റാണ്. അപ്പൊ അടുത്ത ആഴ്ച തന്നെ പോയി ജോയിൻ ചെയ്യാൻ അവര് പറഞ്ഞിട്ടുണ്ട്. ശരി. എല്ലാവർക്കും ഇത് തന്നെ എപ്പം ചോദിച്ചോണ്ടിരിക്കല്. കിട്ടിയോന്ന് ചോദിക്കപ്പോ. അപ്പൊ എല്ലാരുടെ അടുത്തും പറഞ്ഞേ ഇനി. എന്നാല് ശരി, ഞാൻ പോയിട്ട് പാക്ക് ചെയ്യട്ടെ. എന്നാല് ഇപ്പൊ ചെയ്യണോ? പിന്നെ അടുത്ത ആഴ്ച പോണ്ടേ? വേറൊരു കുരിശ്. ഹലോ. ഹലോ. എന്തായി പേരക്കുട്ടീന്റെ കാര്യങ്ങളൊക്കെ? അതറിയില്ലേ. ഒക്കെ MBBS കിട്ടീനി. MBBS തന്നെ കിട്ടി. അതല്ലേ ഞാൻ പറഞ്ഞു. അവള് പറഞ്ഞോണ്ട് നിന്നിട്ടില്ല കിട്ടും കിട്ടുമെന്ന്. അതുകൊണ്ടല്ലോ ഓക്കത്തര ഉറപ്പേ. പൈസ കൊടുത്ത് നടത്തിയായിരിക്കും. അല്ലല്ല, ഗവൺമെന്റ് സീറ്റ് തന്നെ കിട്ടി. ഗവൺമെന്റ്. അതെയാ? ശരിക്കും കിട്ടി? കേരളത്തിൽ തന്നെയാ കിട്ടുകയും ചെയ്ത്. അല്ലപ്പാ, നിങ്ങളെ വീട്ടിൽ വല്ല ചാത്ത സേവയും ഉണ്ടാ? എന്നാ അങ്ങനെ വിചാരിക്കുന്നല്ലാടെ വിചാരിച്ചോട്ടെ ഉണ്ട് തന്നെ. അവള് പറഞ്ഞാ കണ്ടിട്ടില്ലേ, ചാത്തൻ സേവയുണ്ടോ വീട്ടിൽ നിന്ന്. ഇങ്ങനത്തെ മനസ്സാണല്ലോ ഈ എല്ലാത്തിൻ്റെ. ഇപ്പം അല്ലേ നമുക്കെല്ലാം മനസ്സിലാകുന്നത്.